PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി 15 കഴിഞ്ഞ കോപ്പറേറ്റീവ് ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ മാർച്ച് 9 നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഓർ ഇൻറ്റേർണൽ ഓഡിറ്റർ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. From dash onwards, Kerala State Cooperative Bank and 13 district cooperative banks are functioning as a single entity with the brand name Kerala Bank. കേരള സംസ്ഥാന സഹകരണ ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന ബ്രാൻഡ് നെയിമിൽ ഒറ്റ സ്ഥാപനമായി പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഏപ്രിൽ 2016, മാർച്ച് 2018, നവംബർ 2019, ഏപ്രിൽ 2020. ഏതാണ് ഉത്തരം? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നവംബർ 2019. 2019 നവംബർ 29 കേരള ബാങ്കായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. കേരള ബാങ്ക് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1915 നവംബർ 23 ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് 1916 ജനുവരി 18. 1943 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കായിട്ട് മാറി. 1949 തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെടുകയും 1952 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 1954 ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായി മാറി. അപ്പോൾ 1943 ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആവുന്നത്. 1954 ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായി മാറുന്നത്. 1956 കേരള സംസ്ഥാനം നിലവിൽ വരുന്നു. അങ്ങനെ 1956 മുതൽ ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന പേരിലാവുകയും ചെയ്യുന്നു. 2019 നവംബർ 29 ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും 13 ജില്ലാ സഹകരണ ബാങ്കുകളും കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഉത്തരം വരുന്നത് നവംബർ 2019. അടുത്ത ചോദ്യം: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ? ഓപ്ഷൻസ്: ഡെമോക്രാറ്റിക് കൺട്രോൾ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ഓപ്പൺ മെമ്പർഷിപ്പ്, ക്യാഷ് ട്രേഡിംഗ്. തന്നിരിക്കുന്നതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം: കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസും ICA അംഗീകരിച്ചിട്ടുള്ള ICA പ്രിൻസിപ്പിൾസും ഒക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന ഏതൊക്കെയാണ്? ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ് ഡിവിഡൻഡ്, ക്യാഷ് ട്രേഡിംഗ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്ടറേറ്റഡ് ഗുഡ്സ്. ഇതൊക്കെയാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്നത് കാർവേ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്ത് ICA പിന്നീട് ആഡ് ചെയ്ത പ്രിൻസിപ്പിളാണ്. 1964 DG കാർവേയെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും 1966 ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്യുകയും ചെയ്തു. ഇത് ICA പ്രിൻസിപ്പിളിൽ വരുന്നതാണ്, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതല്ല. അപ്പം ഈ തന്നിരിക്കുന്നതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. അടുത്ത ചോദ്യം: വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് വാസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് റോക്ക്ഡെയിൽ പയനീഴ്സ്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് വാസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് റോക്ക്ഡെയിൽ പയനീഴ്സ്? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. റോക്ക്ഡെയിൽ പയനീഴ്സിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്പൺ മെമ്പർഷിപ്പ്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, ക്യാഷ് ട്രേഡിംഗ്. തന്നിരിക്കുന്നതിൽ 3 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസും 1 ICA പ്രിൻസിപ്പിൾസും ആണ്. അത് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് തന്നിരിക്കുന്നതിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് അല്ലാത്തത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 2 ചോദ്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. 8 റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും കൂടി ഒന്ന് ഓർമ്മിക്കാം. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ, members' economic participation, autonomy and independence, education, training and information,
കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. ഇതാണ് ICAയുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ നിലവിലുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് ICA പ്രിൻസിപ്പിൾസും റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, ഹു ഡിഫൈൻഡ് കോപ്പറേഷൻ ആസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം? ഇറ്റ് ഈസ് എ സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ദ ഹാർട്ട് ആൻഡ് മൈൻഡ്. ഇറ്റ് ഈസ് എ റിലീജിയൻ അപ്ലൈഡ് ടു ബിസിനസ്. ഇറ്റ് ഈസ് എ ഗോസ്പൽ ഓഫ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് സർവീസ്. ഇത് ആരുടെ ഡെഫിനിഷനാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: മാൽക്കം ഡാർലിംഗ്, മിസ്റ്റർ ഹെൻറിക്, മിസ്റ്റർ ഫേ, മിസ്റ്റർ VL മേത്ത. ആരുടെ ഡെഫിനിഷനാണിത്? ഉത്തരം ML ഡാർലിംഗ്. മാൽക്കം ഡാർലിംഗിൻ്റെ ഡെഫിനിഷനാണിത്. കോപ്പറേഷൻ മീൻസ് മൊറാലിറ്റി അപ്ലൈഡ് ടു ബിസിനസ് എന്ന് ഡിഫൈൻ ചെയ്തത് മാൽക്കം ഡാർലിംഗ് ആണ്. കൂടാതെ കോപ്പറേഷൻ ഈസ് മോർ ദാൻ എ സിസ്റ്റം. ഇറ്റ് ഈസ് സ്പിരിറ്റ് വിച്ച് അപ്പീൽസ് ടു ഹാർട്ട് ആൻഡ് മൈൻഡ്. സഹകരണം ഒരു സമ്പ്രദായം എന്നതിനേക്കാൾ കൂടുതലാണ്. ഇത് ഹൃദയത്തെയും മനസ്സിനെയും ആകർഷിക്കുന്ന ഒരു ആസക്തിയാണ് എന്നാണ് മാൽക്കം ഡാർലിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കോപ്പറേഷൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓഫ് ദ 18th century. ഇങ്ങനെ കോപ്പറേഷനെ ഡിഫൈൻ ചെയ്തത് CR ഫേ ആണ്. CR ഫേയുടെ ഡെഫിനിഷനാണ് കോപ്പറേഷൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓഫ് ദ 18th century എന്നത്. CR ഫേയുടെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്, റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെൻറ്റ് കോപ്പറേഷൻ ബട്ട് ഹി ഹാസ് ദ ഇൻസ്പിരേഷൻ ബിഹൈൻഡ് ഇറ്റ് എന്നത്. റോബർട്ട് ഓവൻ ഡിഡ് നോട്ട് ഇൻവെൻറ്റ് കോപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിരേഷൻ ബിഹൈൻഡ് ഇറ്റ്. ഇത് പറഞ്ഞത് CR ഫേ ആണ്. അടുത്തത്, ദ ഡാഷ് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1990 ടു പ്രിപ്പയർ എ മോഡൽ കോപ്പറേറ്റീവ് ബില്ല്. The Dash Committee was appointed by the Planning Commission of India in 1990 to prepare a model cooperative bill. Options: Chowdhury Brahmaprakash, B. Sivaraman, Khusru Vaidyanathan. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ചൗധരി ബ്രഹ്മപ്രകാശ്. ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് പ്ലാനിംഗ് കമ്മീഷനാണ്. 1990 ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1991 ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ഓപ്ഷൻസ്: റോബർട്ട് ഓവൻ, DR ഗാഡ്ഗിൽ, ഡോക്ടർ വില്യം കിങ്, റോക്ക്ഡെയിൽ പയനീസ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ആശയം കൊണ്ടുവന്ന ആരാണ്? DR ഗാഡ്ഗിലാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത് DR ഗാഡ്ഗിലാണ്. ടുവാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ബുക്ക് എഴുതിയത് DR ഗാഡ്ഗിലാണ്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് കൺസീവ്ഡ് ബൈ ഉത്തരം DR ഗാഡ്ഗിൽ. ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1963 ഫോർ സ്ട്രെങ്തനിങ് ദ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. ഡാഷ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1963 ഫോർ സ്ട്രെങ്തനിങ് ദ കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. ഓപ്ഷൻസ്: നബാർഡ്, NCUI, NCDC, NDDB. സഹകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് 1963 സ്ഥാപിതമായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. നബാർഡ്, NCUI, NCDC, NDDB. ഏതാണ്? 1963 മാർച്ച് 13 രൂപം കൊണ്ടത് NCDC ആണ്. NCDC നിലവിൽ വന്ന വർഷം 1963 മാർച്ച് 13. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്ത ചോദ്യം, ഡാഷ് ഈസ് എ യുണീക്ക് സ്കീം അസിസ്റ്റഡ് ബൈ NCDC ഫോർ കോംപ്രഹെൻസീവ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സെലക്റ്റഡ് ഡിസ്ട്രിക്ട് ത്രൂ കോപ്പറേറ്റീവ് നെറ്റ്വർക്ക്. Dash is a unique scheme assisted by NCDC for comprehensive and integrated development of selected districts through cooperative network. Options: NCCT, NCUI, ICDP, NDDB. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ICDP. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് NCDC ആണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ഒരെണ്ണം മാത്രമേ സ്കീമായിട്ടുള്ളൂ. NCCT, NCUI, NDDB ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ICDP അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് ഏത് ജില്ലയിലാണ്? വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ ആദ്യം വയനാട് ജില്ലയിലാണ്. അടുത്തത്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ്.
ഓപ്ഷൻസ് കുസ്രു കമ്മിറ്റി, സ്വാമിനാഥൻ കമ്മിറ്റി, ശിവരാമൻ കമ്മിറ്റി, ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. ഏതാണ്? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ACRC. കുസ്രു കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ, കുസ്രു കമ്മിറ്റി. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു AM കുസ്രു. അപ്പോയിൻറ്റ് ചെയ്തത് 1986 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1989. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് എ ഫേമസ് സെയിങ് ഓഫ്. കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ് വാസ് എ ഫേമസ് സെയിങ് ഓഫ്. ഓപ്ഷൻസ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ക്രാഫിക്കാർഡ്, മക്ലഗാൻ കമ്മിറ്റി. ഉത്തരം ഓപ്ഷൻ എ, ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ് കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ് എന്നത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയെയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെയും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയെയും ഒക്കെ അപ്പോയിൻറ്റ് ചെയ്തത് RBI ആണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഗോർവാല കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. കോർപ്പറേഷൻ്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. International Cooperative Alliance was founded by the International Cooperative Congress in Dash on 19th August 1895. International Cooperative Alliance was founded by the International Cooperative Congress in Dash on 19th August 1895. Options Geneva, Paris, London, Tokyo. അതായത് 1895 ആഗസ്റ്റ് 15 എവിടെ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ICA ഫോം ചെയ്തത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ലണ്ടൻ. 1895 ഓഗസ്റ്റ് 19 ലണ്ടനിൽ വെച്ച് നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് ICA ഫോം ചെയ്തത്. ആ സമയത്ത് ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലണ്ടനിലായിരുന്നു. ICA കോൺഗ്രസ് കൂടുന്നത് 3 വർഷം കൂടുമ്പോഴാണ്. ICAയുടെ ഹിസ്റ്ററിയും അതായത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഹിസ്റ്ററിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ICA കോൺഗ്രസ് നോക്കാം. 1934 ലണ്ടനിൽ വെച്ച് നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ എക്സാമിൻ ചെയ്യുന്നതിനും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോമുലേറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1937 പാരീസിൽ വെച്ച് നടന്ന കോപ്പറേറ്റീവ് കോൺഗ്രസ്സിലാണ്. അപ്പോൾ 1934 കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് ലണ്ടനിലായിരുന്നു, 1937 പാരീസിൽ. ഈ ഒരു കമ്മിറ്റി റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് തരംതിരിച്ചു, എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസും. അതിനുശേഷം 1963 കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് ബോൺമൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. 1964 DG കാർവേ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റീഫോമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ICA നിയോഗിക്കുന്നു. 1966 വിയന്ന കോൺഗ്രസ്സിലാണ് ഈ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം 1966 കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് വിയന്നയിലാണ്. ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന പ്രിൻസിപ്പിൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം 1992 ടോക്കിയോ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഇവാൻ മക്ഫേഴ്സിനെ ചെയർമാൻ ആക്കിക്കൊണ്ടൊരു കമ്മിറ്റി ICA രൂപീകരിക്കുന്നത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1995 മാഞ്ചസ്റ്റർ കോൺഗ്രസ്സിലാണ്. 1992 കോൺഗ്രസ് നടന്നത് ടോക്കിയോയിലും 1995 കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് മാഞ്ചസ്റ്ററിലുമാണ്. ന്യൂ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്ത കോപ്പറേറ്റീവ് കോൺഗ്രസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 1995 മാഞ്ചസ്റ്റർ കോൺഗ്രസ് ആണ്. അടുത്ത ചോദ്യം, ദ ഓറഞ്ച് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ്. The orange color in the cooperative flag, options stands for courage, offers the vision of possibilities, is the color of warmth, beauty and friendship, all of the above. കോപ്പറേറ്റീവ് ഫ്ലാഗിലെ ഓറഞ്ച് കളർ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ്. സ്റ്റാൻഡ്സ് ഫോർ കറേജ് റെഡ് കളറാണ്. ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓഫേഴ്സ് ദ വിഷൻ ഓഫ് പോസിബിലിറ്റീസ്. വയലറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കളർ ഓഫ് വാംത്ത്, ബ്യൂട്ടി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് ചാൾസ് ഗൈഡ്.
അടുത്ത ചോദ്യം, the modern concept of cooperation is altogether different from the primitive one. It denotes a special method of doing business. This interpretation was given by the modern concept of cooperation is altogether different from the primitive one. It denotes a special method of doing business. This interpretation was given by options T.N. Hajila, McLagan Committee, Mirda Committee, Cooperative Review Committee. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ T.N. ഹജീല. T.N. ഹജീലയാണ് കോപ്പറേഷൻ എന്നത് സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് പ്രിൻസിപ്പിൾസ്, പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ എന്നത്. ആ ബുക്കിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. T.N. ഹജീലയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് പ്രിൻസിപ്പിൾസ്, പ്രോബ്ലംസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോപ്പറേഷൻ. അടുത്തത്, ദ നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ വാസ് ഫൗണ്ടഡ് ഇൻ ഡാഷ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. ഓപ്ഷൻസ് സെപ്റ്റംബർ 1974, ഓഗസ്റ്റ് 1970, ജൂൺ 1971, ഏപ്രിൽ 1975. നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ ഫൗണ്ട് ചെയ്ത വർഷമാണ് ചോദിക്കുന്നത്. 1970 ഓഗസ്റ്റ്. കാർഷിക മന്ത്രാലയത്തിൻ്റെ കീഴിൽ നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ നിലവിൽ വന്നത് 1970 ഓഗസ്റ്റിലാണ്. ഈ കമ്മിറ്റി ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം 1976. ഈ കമ്മിറ്റിയുടെ ഹെഡായിരുന്നു R.N. മിർദ, റാം നിവാസ് മിർദ. നാഷണൽ കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ വാസ് ഫൗണ്ടഡ് ഇൻ ഓഗസ്റ്റ് 1970 അണ്ടർ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. അടുത്ത ചോദ്യം, which one of the following is not an economic benefit of cooperation? Which one of the following is not an economic benefit of cooperation? A more equitable distribution of wealth, stabilization of employment, to create experts, to bring an end to monopolistic tendencies. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ടു ക്രിയേറ്റ് എക്സ്പെർട്ട്. സഹകരണത്തിൻ്റെ സാമ്പത്തിക നേട്ടങ്ങളിൽ പെടാത്തത് വിദഗ്ധരെ സൃഷ്ടിക്കൽ അഥവാ ടു ക്രിയേറ്റ് എക്സ്പേർട്സ് എന്നതാണ്. സോഷ്യൽ ബെനഫിറ്റ്, എക്കണോമിക് ബെനഫിറ്റ്, എഡ്യൂക്കേഷണൽ ബെനഫിറ്റ്, മോറൽ ബെനഫിറ്റ് ഇതെല്ലാം കോപ്പറേഷൻ്റെ ബെനഫിറ്റിൽ പെടുന്നതാണ്. ഇതിൽ ഉൾപ്പെടാത്തതൊന്നാണ് പൊളിറ്റിക്കൽ ബെനഫിറ്റ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ബെനഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ അതിൽ ഉൾപ്പെടാത്ത ഏതാണെന്നുള്ളത് അത് പൊളിറ്റിക്കൽ ബെനഫിറ്റാണ്. അടുത്ത ചോദ്യം, ദ വേർഡ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെയർ ആഡഡ് ആഫ്റ്റർ അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ് ഇൻ ഡാഷ് അണ്ടർ ദ പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ദ വേർഡ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വെയർ ആഡഡ് ആഫ്റ്റർ അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ് ഇൻ ഡാഷ് അണ്ടർ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻസ് ആർട്ടിക്കിൾ 43B, ആർട്ടിക്കിൾ 243ZH, ആർട്ടിക്കിൾ 243ZS, ആർട്ടിക്കിൾ 19(1)C. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഭാഗം അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസിന് ശേഷം ആഡ് ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 19(1)C. The word cooperatives was added after unions and associations in article 19(1)C under part 3 of the constitution. അത് ഈ 19(1)C വരുന്നത് ഭാഗം 3ലാണ്. ഭാഗം 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് ഭാഗം 3ലാണ്. This enables all the citizens to form cooperatives by giving it the status of fundamental right of citizens. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുക എന്നുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചാലും ഉത്തരം ആർട്ടിക്കിൾ 19(1)C ആണ്. അതുകൂടാതെ എ ന്യൂ ആർട്ടിക്കിൾ 43B വാസ് ആഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി റിഗാർഡിംഗ് ദ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഭാഗം 3ലാണ് 19(1)C വരുന്നത്. ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതായത് നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത് ഭാഗം 4ലാണ്. അതിൽ 43B ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സംബന്ധിച്ചതാണ്. ന്യൂ ആർട്ടിക്കിൾ 43B വാസ് ആഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി റിഗാർഡിംഗ് ദ പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്ന പാർട്ട് 4ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രതിപാദിക്കുന്നത് പാർട്ട് 3ലാണ്. കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട്
10 ബിയിലും കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 243 ZH മുതൽ 243 T വരെ. ആർട്ടിക്കിൾ 243 ZH മുതൽ ആർട്ടിക്കിൾ 243 ZT വരെ പാർട്ട് 10 ബിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ത്രൂ ദ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഓഫ് ഡാഷ് കോർപ്പറേഷൻ ബിക്കെയിം എ പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ്. Through the Mondego-Chelmsford reforms of dash, corporation became a provincial subject. Options 1915, 1912, 1919, 1935. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി 1919. 1919 കോർപ്പറേഷൻ ഒരു പ്രൊവിൻഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. അത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിലൂടെയാണ്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് പ്രകാരം ഓരോ പ്രൊവിൻസിനും ഓരോ കോപ്പറേറ്റീവ് ലോ രൂപീകരിക്കാം എന്നായി. അതിനോടനുബന്ധിച്ചാണ് 1925 ബോംബെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രൂപീകരിക്കുന്നത്. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് നമുക്കറിയാം 1932. കോപ്പറേറ്റീവ് ലോയുടെ പയനീർ പ്രൊവിൻസ് എന്ന് പറയുന്നത് ബോംബെയാണ്. എന്നാൽ കോർപ്പറേഷൻ്റെ പയനീർ പ്രൊവിൻസ് എന്ന് പറയുന്നത് മദ്രാസ് ആണ്. അടുത്ത ചോദ്യം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ദ ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് ഇൻ. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് ദ ഫസ്റ്റ് നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് ഇൻ. ഓപ്ഷൻസ് 2005, 2011, 2002, 2008. ഉത്തരം ഓപ്ഷൻ സി 2002. നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് വന്നത് 2002. ഈ പോളിസിയെ റെക്കമെൻഡ് ചെയ്തത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1958. വെൻ ഡിഡ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബിക്കം എ ഷെഡ്യൂൾഡ് ബാങ്ക്? വെൻ ഡിഡ് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബിക്കം എ ഷെഡ്യൂൾഡ് ബാങ്ക്? ഓപ്ഷൻസ് ജൂലൈ 1966, മാർച്ച് 1966, ജൂലൈ 1972, ഏപ്രിൽ 1972. എപ്പോഴാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആയത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ജൂലൈ 1966. 1966 ജൂലൈയിലാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്ക് ആവുന്നത്. 1966 മാർച്ച് 1 RBIയുടെ അണ്ടറിൽ വന്നു. എന്നാൽ ഷെഡ്യൂൾഡ് ബാങ്ക് ആവുന്നത് RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് 1966 ജൂലൈ 1. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന് ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത്, RBIയുടെ ബാങ്കിങ് ലൈസൻസ് കിട്ടുന്നത് 1972. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക്. ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തമിഴ്നാട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. എന്നാൽ ആദ്യത്തെ ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഫെബ്രുവരി 15 നടന്ന CSEB ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.